പാണക്കാട് തങ്ങളുടെ മസാല ഫോട്ടോ പ്രചരിപ്പിച്ച പ്രതിയെ ഇന്നിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാട്ടിലെ ഏത് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്താലും ആ പ്രതിയുടെ പ്രതികരണം എടുക്കാനുള്ള മാധ്യമങ്ങളുടെ ഒരു കൂട്ടത്തള്ളലുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മുഹമ്മദ് റോഷന്റെ പ്രതികരണം എടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ ഒരു താല്പര്യമില്ലാതായി എന്ന് കരുതിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ചില ചാനലുകളോട് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും. സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും, സത്യം പുറത്തു വരും. ഇത് സത്യമില്ലെങ്കിൽ ആളും എന്തേ സത്യം പുറത്തു വരും, വരട്ടെ. അത് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഇതിലെന്താണ് ഇടതുപക്ഷത്തിന്റെ അനുഭാവമുള്ളവർക്ക് പ്രത്യേക താല്പര്യം? കാര്യം ഈ സംഭവം ഉണ്ടായതിന്റെ അടുത്ത 2 ദിവസം ഇടതുപക്ഷത്തിന്റെ തലയിൽ ഈ കുറ്റം ചാർത്തി, പ്രത്യേകിച്ച് അഫ്സൽ പാണക്കാട് എന്ന ഇടത് സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ആക്ഷേപവും ആക്രോശങ്ങളും ഒപ്പം തന്നെ കൊലവിളിയും. ഇപ്പോ പ്രതി അറസ്റ്റിലായി. പ്രതിയുടെ പൂർവ്വകാല ചരിത്രമെല്ലാം പുറത്തേക്ക് വരുമ്പോൾ 916 MSF കാരനാണ്, ലീഗിന്റെ പച്ചപ്പടയുടെ പോരാളിയാണ്. അതും പോരാഞ്ഞിട്ട് പാണക്കാട് കുടുംബത്തിനകത്ത് ഒരു പ്രത്യേക കസേരയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം അറസ്റ്റിലാകുമ്പോൾ എന്തൊക്കെയോ സത്യം പുറത്തു വരാനുണ്ടെന്ന് പറയുമ്പോൾ ആ സത്യത്തെക്കുറിച്ച് അറിയാൻ ഈ നാടിന് പ്രത്യേക താല്പര്യമുണ്ട്. കാര്യം മുൻപും പാണക്കാട് കുടുംബത്തിലെ മറ്റ് ചില തങ്ങന്മാരെ കുറിച്ചുള്ള രഹസ്യ വീഡിയോകൾ പുറത്തുവിട്ടത് ഇതേ മുഹമ്മദ് റോഷനാണ്. എന്താണ് മുഹമ്മദ് റോഷന് തങ്ങൾമാരുമായിട്ട് ഇത്ര അടുത്ത ബന്ധം? പ്രത്യേകിച്ച് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ഏതെങ്കിലും മോളിൽ നിന്ന് വിളിച്ചാൽ മുനവർ അലി ശിഹാബ് തങ്ങൾ വരെ ഓടിച്ചെന്നതിന് ശേഷം എനിക്ക് 15 കോടി രൂപ വേണം എന്ന ബ്ലാക്ക് മെയിലിംഗ് കേട്ടു നിൽക്കുകയും ആ സംഭവം ഉണ്ടായതിനു ശേഷം പരാതിപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുഹമ്മദ് റോഷന് എന്തൊക്കെയോ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധാരണയുണ്ടെന്ന് പൊതുസമൂഹം സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. നെല്ലും പതിരും ഒക്കെ ഈ അറസ്റ്റോടെ തെരിയട്ടെ. സഖാക്കളുടെ തലയിൽ കെട്ടിവെച്ച് ഇടതുപക്ഷക്കാരാണ് ഇത് ചെയ്തത്, അവർ പാണക്കാട് കുടുംബത്തെയും തങ്ങന്മാരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണം നടത്തിയ ലീഗന്മാർക്ക് കൃത്യമായിട്ട് ആ വിഷയത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. കാര്യം ചുമ്മാ ഇരുന്നവരെ ചുണ്ണാമ്പ് തേച്ചതാണ്. ആ ചുണ്ണാമ്പ് തേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടത് സൈബർ മേഖലയിലുള്ളവർക്ക് മനസ്സാ വാച കർമ്മണ ആ ഒരു പാതകവുമായി ഒരു ബന്ധവുമില്ലാതിരിക്കുമ്പോൾ അവരെ 2 ദിവസം തങ്ങന്മാരെ വരെ അധിക്ഷേപിക്കാൻ വ്യാജ ചിത്രമുണ്ടാക്കി എന്ന പ്രചരണമൊക്കെ നടത്തി പഴയ കാഫിർ സ്ക്രീൻഷോട്ടുമായി ചേർത്ത് വെച്ച് ആ വ്യാജ പ്രചരണത്തിനെ ആളിപ്പടർത്താൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കൂടി നാട്ടുകാരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് റോഷന്റെ പ്രതികരണം ലീഗുകാരൊന്നും കേട്ടില്ല, അല്ലെങ്കിൽ ലീഗുകാരോട് താല്പര്യമുള്ള മാധ്യമങ്ങളൊക്കെ മുക്കിയാലും അത് എവിടെന്നെങ്കിലും പുറത്തു വന്നാൽ അത് നാട്ടുകാരെ കേൾപ്പിക്കും. പ്രതിയായിട്ടുള്ള മുഹമ്മദ് റോഷൻ എങ്ങനെയാണ് പാണക്കാട് കുടുംബത്തെ പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തെ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു കുടുംബത്തെ കയറി ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ധൈര്യം വന്നു എന്നതിന്റെ സത്യാവസ്ഥ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നലകളിൽ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ലീഗന്മാർക്ക് മുന്നിലേക്ക് എന്തുകൊണ്ട് സത്യം പുറത്തു വരുമെന്ന് മുഹമ്മദ് റോഷൻ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള മറ്റൊരു എപ്പിസോഡ് വരാനിരിക്കുന്നു. ആ എപ്പിസോഡിന്റെ ആകാംക്ഷ നിലനിർത്താൻ വേണ്ടി ഈ വീഡിയോ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു വയ്ക്കുന്നത്.